ഗായ്സ്, കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതും നമ്മുടെ അവക്കാഡോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എത്രയൊക്കെ നല്ല അവക്കാഡോ നോക്കി വാങ്ങാമെന്ന് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു പണി നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഓവർ റൈപ്പ് ആയിപ്പോയി. അതാണ് ആ ബ്ലാക്ക് കളറിൽ കാണുന്നത്. ഇത്തിരി കറുത്ത് പോയെന്നൊക്കെ വിചാരിച്ച് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ആ കറുപ്പ് ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഫ്ലഷ് നമുക്ക് എടുക്കാം കേട്ടോ. അത്യാവശ്യം ഓവർ റൈപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗുണമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഗുക്കാമോളിയാണ്. ഗുക്കാമോളിക്ക് ഏറ്റവും പഴുത്ത അവക്കാഡോ തന്നെ വേണം. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റമാണ് ഈ ഗുക്കാമോളി. സംഭവം വേറെ ഒന്നുമല്ല, അവക്കാഡോ കൊണ്ടൊരു ചമ്മന്തി. ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഈ മാങ്ങ ചമ്മന്തിയൊക്കെ ഇല്ലേ, ഈ ഉപ്പുമാങ്ങ ചമ്മന്തി, അതിൻ്റെയൊക്കെ വേറൊരു വേഷം തന്നെയാണ് ഇത്. പൊതുവെ ഈ അവക്കാഡോ ഫ്രൂട്ടിനെ പറയുന്നത് ബട്ടർ ഫ്രൂട്ട് എന്നാണ്. അതിൻ്റെ ടെക്സ്ചർ കൊണ്ടിട്ടാണ്, ക്രീമി ടെക്സ്ചറാണ്. വെറുതെ കഴിച്ചാൽ ഒരു പ്രത്യേകിച്ച് ഫീലിങ്സ് ഇല്ലാത്ത ഫ്രൂട്ടാണ് അവക്കാഡോ. അവക്കാഡോയുടെ കൂടെ എന്തെങ്കിലും മധുരമോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും അവക്കാഡോൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നത്. അവക്കാഡോൻ്റെ ഈ ബട്ടറി എഫക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ബട്ടർ പോലെ ബ്രെഡിൽ തേച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഗുക്കാമോളി. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഗുക്കാമോളി ഞാൻ ആഡ് ചെയ്യുന്നത് 2 വലിയ അവക്കാഡോൻ്റെ കൂടെ ഒരു 2 വലിയ സവാള, ഒരു 3 തക്കാളി എത്ര മലുപ്പില്ലാത്ത തക്കാളിയാണ്. പിന്നെ അതുപോലെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മയണൈസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ മയണൈസ് ആഡ് ചെയ്യുമ്പോൾ. എരിവിന് വേണ്ടി നമുക്ക് പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. അതിന് പകരം ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇത് എപ്പോൾ ഉണ്ടാക്കിയാലും ഭയങ്കര തിരക്കായിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി. ഭയങ്കര ഫാൻസ് ആണ് ഈ ഐറ്റത്തിന്. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യങ്ങളും നോക്കണം. കാരണം വൺസ് നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് റെഗുലറായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.